ഗ്യാൻവാപി പള്ളിയിൽ ഹിന്ദു വിഭാഗത്തിന് പൂജകൾ നടത്താൻ വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസത്തെ പ്രധാന വാർത്തയായിരുന്നു. ഇന്ന് എല്ലാ പത്രത്തിന്റെയും തലക്കെട്ട് ഈ വാർത്തയാണ്. സത്യത്തിൽ ആ വാർത്തയുടെ പിറകിൽ ഭയന്നിരിക്കുന്ന ഒരു സമൂഹം തന്നെയുണ്ട്. പള്ളി പൊളിച്ച് അമ്പലം പണിതു കഴിഞ്ഞു, ദേ ഇപ്പോൾ മറ്റൊരു പള്ളിയിൽ പൂജയും. ഒന്ന് സ്വതന്ത്രമായി പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള വാർത്തകൾ ഇനിയും കേൾക്കേണ്ടി വരുമെന്നതിൽ സംശയം വേണ്ട. ഗ്യാൻവാപി പള്ളിയിൽ പ്രതിഷ്ഠാ ചടങ്ങെന്ന വാർത്തയും ഉടൻ കേൾക്കേണ്ടി വരും. പള്ളിയുടെ തെക്കുഭാഗത്തെ അറയിലാണ് പൂജകൾ ഇനി മുതൽ നടത്തുക. ഹിന്ദു വിഭാഗത്തിന് പൂജകൾ നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. കാശി വിശ്വനാഥ ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിക്കുന്ന പൂജാരിക്ക് ഇവിടെ പൂജകൾ നടത്താമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അടുത്ത 7 ദിവസത്തിനുള്ളിൽ പൂജകൾ ആരംഭിക്കും. പൂജകൾ നടത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഹിന്ദു വിഭാഗത്തെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു. അതേസമയം അഞ്ജുമാൻ ഇന്തിസാമിയ മസ്ജിദ് കമ്മിറ്റി അഭിഭാഷകൻ അഖ്ലാഖ് അഹമ്മദ് കോടതി വിധിയെ മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് തുറന്നടിച്ച് രംഗത്ത് വന്നു. കഴിഞ്ഞ ഫെബ്രുവരി 8-ന് പള്ളി കമ്മിറ്റിയുടെ ഹർജിയിൽ വാദം കേൾക്കാമെന്നാണ് കോടതി അറിയിച്ചത്. പൂജകൾ നടത്തണമെന്ന വാദം തള്ളിക്കളയണമെന്നാണ് പള്ളി കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. നേരത്തെ 4 ഹിന്ദു സ്ത്രീകൾ ഗ്യാൻവാപി പള്ളിയിൽ ശാസ്ത്രീയ സർവേ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പള്ളിയിലെ അടച്ചിട്ട ഭാഗത്ത് പര്യവേഷവും ശാസ്ത്രീയ സർവേയും നടത്തണമെന്നായിരുന്നു ആവശ്യം. മുസ്ലിം പള്ളി പണിയുന്നതിനു മുൻപ് ഇവിടെ വലിയ ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 4 സ്ത്രീകൾ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. ഗ്യാൻവാപി പള്ളി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. വാരണാസിയിലെ ക്ഷേത്രം തകർത്താണ് ഇവിടെ പള്ളി പണിതതെന്ന് ആർക്കിയോളജിക്കൽ വകുപ്പ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഹിന്ദു സമൂഹത്തിന് ക്ഷേത്രത്തിനായി ഈ പള്ളി കൈമാറണമെന്നും VHP പറഞ്ഞിരുന്നു. അതേസമയം നിലവിൽ മസ്ജിദിന് താവെ മുദ്രവെച്ച 10 നിലവറകളുടെ മുന്നിൽ പൂജ നടത്താനാണ് അനുമതി നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ പരാതിയിൽ മുസ്ലിങ്ങൾ ജലധാരയായി അവകാശപ്പെടുന്ന ഭാഗം ശിവലിംഗമെന്നാണ് ഹിന്ദു വിഭാഗം അവകാശപ്പെടുന്നത്. ഇവിടെ ശാസ്ത്രീയ പരിശോധനകൾ നടത്തണമെന്നും ആവശ്യമുണ്ട്. വസുഖാന പ്രദേശത്ത് കണ്ടെത്തിയ ശിവലിംഗത്തിന് സേവാപൂജ അർപ്പിക്കാൻ ഹിന്ദുക്കളെ അനുവദിക്കണമെന്ന് VHP അധ്യക്ഷൻ പറഞ്ഞു. അതേസമയം അലഹാബാദ് ഹൈക്കോടതി ഗ്യാൻവാപി പള്ളി കമ്മിറ്റിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. വസുഖാന സർവേ ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വസുഖാനയിലാണ് പള്ളിയിൽ നിസ്കാരത്തിന് മുൻപുള്ള കാര്യങ്ങൾ നടക്കുക. ശരീരം ശുദ്ധീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ വെച്ച് ചെയ്യാറുള്ളത്. വാരണാസി കോടതി നേരത്തെ ആർക്കിയോളജിക്കൽ സർവേ വിഭാഗത്തോട് ഇവിടെ വിശദമായ ശാസ്ത്രീയ പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടയിൽ ഉത്തർപ്രദേശിലെ മധുരയിലുള്ള ഷാഹി ഈദ്ഗാഹ് മസ്ജിദിൽ സർവേ നടത്താൻ അലഹാബാദ് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ പള്ളിയിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള 3 അംഗ അഭിഭാഷക സമിതിയായിരുന്നു പരിശോധനയ്ക്ക്. ക്ഷേത്രഭൂമിയിലാണ് ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് നിലനിൽക്കുന്നത് എന്നത് ഹിന്ദുത്വ സംഘടനകൾ ഏറെക്കാലമായി ആരോപിക്കുന്നതാണ്. പള്ളിയിൽ സർവേ നടത്തണമെന്ന് ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവർ ആവശ്യപ്പെട്ടത് പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. ഏതായാലും ഹിന്ദുത്വത്തിന്റെ മാരക മുഖവുമായി നരേന്ദ്രമോദിയും കൂട്ടരും വെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോൾ മുസ്ലിം ജനതയ്ക്കുള്ള സ്ഥാനത്തെയാണ് ചോദ്യം ചെയ്യപ്പെടുക എന്നതിൽ സംശയം വേണ്ട.